ഇതിൽ പറഞ്ഞിരിക്കുന്ന ഭദ്രകാളി മാലാമന്ത്രമാണ്, ഭാഷാമന്ത്രമാണ്, മലയാള മന്ത്രമെന്നും പറയുന്നുണ്ട് ഈ മന്ത്രത്തിന്. ഇങ്ങനെ നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രാചീന മാന്ത്രിക ചക്രങ്ങളുടെ ഭാഗം 2 എന്ന അധ്യായമാണ്. ആദ്യത്തെ പാർട്ട് പല മാന്ത്രിക ചക്രങ്ങളും യന്ത്രങ്ങളും അതിൻ്റെ എങ്ങനെയൊക്കെയാണ് മന്ത്രങ്ങളെന്നും സ്ഥാപിച്ചിരിക്കുന്ന വിധാനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരായിട്ട് ഉള്ളവർക്ക് വീഡിയോ വീണ്ടും കാണാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വിശദമായിട്ട് എങ്ങനെയൊക്കെ ചക്രങ്ങൾ വരച്ചിരുന്നുവെന്നും പല വിധാനത്തിലുള്ള ഭദ്രകാളി ചക്രം പോലുള്ള ചക്രങ്ങളുടെ വിധികളും ഒക്കെ പറഞ്ഞിരുന്നു. ദ്രാവിഡ ചക്രം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പലരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് കണ്ടു. ആദിദ്രാവിഡ ചക്രങ്ങളെന്ന് ഒരു ആചാര്യൻ പണ്ട് പറഞ്ഞത് കേട്ടിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിപ്പം ഇനി ദ്രാവിഡം എന്നുള്ള വാക്ക് സംസ്കൃതമാണെന്ന് അതൊക്കെ അല്ല, നമ്മളെ ചക്രത്തിൻ്റെ മാന്ത്രിക ചക്രങ്ങളുടെ ശക്തിയെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. താത്വികമായിട്ടും അതിൻ്റെ വിശദമായുള്ള തിയറിയൊക്കെ ഇപ്പോൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് മാന്ത്രിക ചക്രങ്ങളുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ശക്തിയേറിയ യന്ത്രങ്ങളാണ്. അതുപോലെ തന്നെ യന്ത്ര ആചാരങ്ങൾ, പിന്നീട് അതിനുവേണ്ട ജലാധിവാസം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ഇല്ലാതെ സാധാരണ വൃക്ഷങ്ങളുടെ തോലിലോ അല്ലെങ്കിൽ ചെമ്പ് അത് വരെയുള്ളൂ, സ്വർണത്തിലോട്ടൊന്നും പോകുന്നില്ല. അവിടെ നാരായം കൊണ്ടോ ഇരുമ്പാണി കൊണ്ടോ വരച്ച് സ്ഥാപിക്കുന്നതാണ്. അതിനുപോലും വകയില്ലാത്ത ഒരു കാലത്ത് ചെടികളുടെ ഇലകളിലോ വെറ്റിലയിലോ അല്ലെങ്കിൽ ചേമ്പിലോ അല്ലെങ്കിൽ സ്വന്തം ഉടുക്കുന്ന മുണ്ടിൽ വരെ ഇങ്ങനത്തെ യന്ത്രങ്ങൾ വരച്ച് മന്ത്രം ജപിച്ചും ഒക്കെ ഇങ്ങനെ ചെയ്ത് സ്ഥാപിക്കുന്നതായിട്ട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുപോലുള്ള കുറച്ച് യന്ത്രങ്ങളാണ് അല്ലെങ്കിൽ ചക്രങ്ങളാണ്. ചില ചക്രങ്ങൾക്ക് മാത്രമേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യമായി തന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ചക്രമാണ്. ഇത് പാശാങ്കുശ യന്ത്രം എന്നാണ് പറയുന്നത്. ഇത് സർവ്വദിനം നന്നെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് സർവ്വരക്ഷയാണ്. ഇപ്പോൾ നമ്മൾ പാശം അങ്കുശം അത് രണ്ടും പറയുന്ന ദേവിയുടെയോ അല്ലെങ്കിൽ ദേവതകളുടെ കയ്യിലെ ആയുധമായിട്ടാണ് പറയുന്നത്. ഗ്രഹത്തിനൊരു രക്ഷ ഒക്കെ സ്ഥാപിക്കുന്നതാണ് ഇത്. പാശം എന്ന് പറഞ്ഞാൽ കയറ്, അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി. അത് രണ്ടും കൂടെ ചേർത്തുള്ള സംരക്ഷണ യന്ത്രമാണ് ഇത്. സർവ്വദിനം നന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ അക്ഷരം എല്ലാവരുടെയും കഴിഞ്ഞ പല യന്ത്രങ്ങളിലും കാണിച്ചിരുന്നതാണ്. ഇക്ഷായി എഴുതിയിട്ട് ഇങ്ങനെ കുനിപ്പ് വന്ന് വട്ടത്തിൽ അതിനെ ചുറ്റി വൃത്താകൃതിയിലാക്കുന്നത്. ഇങ്ങനെ വരച്ച് ഇതും ചെമ്പിലാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇരുമ്പ് നാരായം കൊണ്ട് നമ്മളിത് വരച്ചിട്ട് വീടിൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ എഴുതി കെട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതി കെട്ടുകയാണെങ്കിൽ അത് എഴുതി ചുരുട്ടി അത് എങ്ങനെയാണോ അതൊരു കൂടിലാക്കിയാണ് സ്ഥാപിക്കേണ്ടത്. ഇതാണ് പാശാങ്കുശ യന്ത്രം. അടുത്തത് പറയാൻ പോകുന്നത് നാഗയക്ഷി യന്ത്രമാണ്. വളരെ പ്രാചീനമായിട്ടും പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുള്ളതാണ് ഈ നാഗയക്ഷി യന്ത്രം. ഇത് സർപ്പദോഷങ്ങൾക്കും അതുപോലെ സർപ്പ ദുരിതങ്ങളുള്ള ഭൂമിയിലും ഒക്കെ എഴുതി സ്ഥാപിക്കേണ്ടതാണ്. ഇപ്പോൾ വ്യക്തികൾക്കാണ് സർപ്പദോഷം ഉള്ളെങ്കിലും ഇതും ചെമ്പിലെഴുതി കെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ എഴുതി പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഒരു ചെറിയ പ്രാണപ്രതിഷ്ഠ വിധാനവും എങ്ങനെയാണ് യന്ത്രം ആചരിക്കുന്നതെന്നും അതായത് ഈ പ്രാചീന ചക്രം ആചരിക്കുന്ന വിധാനവും ഒന്ന് പറയുന്നതാണ്. ലളിതമായിട്ട് എല്ലാ യന്ത്രങ്ങളും പറഞ്ഞിട്ട് പറയുന്നതാണ്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് പൂജാമുറിയിൽ നമ്മൾ പ്രാർത്ഥനാ രീതിയിൽ ഇരുന്ന് ഒന്ന് എഴുതിയിട്ട് നമുക്ക് ധരിക്കുകയോ അല്ലെങ്കിൽ ഏത് വസ്തുവിനാണോ സർപ്പദോഷമുള്ളത് അവിടെ സ്ഥാപിക്കുകയോ ചെയ്യാമെന്നാണ് പറയുന്നത്. അത് എല്ലാം മലയാള അക്ഷരം തന്നെയാണ്. ഓയെ ഴായ പിന്നെ ഇങ്ങനെ ഈ കൊമ്പൻ പോലെ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഇത്രയും കണ്ണിയിലാക്കി വരച്ച് അവസാനം ഇങ്ങനെ ദളങ്ങളും ഇട്ട് കഴിഞ്ഞാൽ നാഗയക്ഷി യന്ത്രമായി. സർപ്പദോഷങ്ങൾക്ക് ഉത്തമമായിട്ടാണ് ഈ യന്ത്രത്തിനെ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത യന്ത്രം കാണിച്ചിരിക്കുന്നത് വളരെ പ്രാചീനമായുള്ള ഒരു ഭദ്രകാളി ചക്രമാണ്. ഇത് ഒരു വ്യക്തിയുടെ നമ്മൾ ആൾരൂപം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വരച്ചിരിക്കുന്നതാണ്. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ഓയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 16 കള്ളമുള്ള ഒരു ഭദ്രകാളി ചക്രം കാണിച്ചിരുന്നു. അതിലും ഓയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുപോലെ ഓ സ്ഥാപിക്കുക. നടുക്കൂടെ ശൂലം പോലെ വന്നിട്ട് അവിടെയും ഓ എന്ന് ഇങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആൾക്ക് മേലെയാണ്. ഇതിന് ഒരു മന്ത്രം കൂടെ പറഞ്ഞിട്ടുണ്ട്. 64 ഉരു തൊട്ട് ജപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ചെമ്പിലാണ് എഴുതേണ്ടത്. ഇത് നമ്മുടെ പുരയിടത്ത് സ്ഥാപിക്കുകയോ അല്ലെ വ്യക്തിയിൽ സ്ഥാപിക്കുകയാണോ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പറഞ്ഞിരിക്കുന്ന ഭദ്രകാളി മാലാമന്ത്രമാണ്, ഭാഷാമന്ത്രമാണ്, മലയാള മന്ത്രമെന്നും പറയുന്നുണ്ട് ഈ മന്ത്രത്തിന്. ഈ മന്ത്രം ഇങ്ങനെയാണ്: ഓം ചെമ്പരത്തിപ്പൂ നിറമുടയവളെ, ചന്ദ്രക്കല നെറ്റിത്തറമുടയവളെ, എന്നോടേറ്റ മാറ്റാൻ്റെ നെഞ്ചു വിളർന്ന് കുടിപ്പവളെ, എന്നെ കാത്തു രക്ഷിച്ചവളെ, 6000 കോടി ദുഷ്ടപ്പിശാചുകളെ തച്ചകല നീക്കിത്തരിക ഭദ്രകാളി. ഇങ്ങനെയാണ്. മലയാള ഭാഷാമന്ത്രമാണ്, മലയാള ഭാഷാ ബാലാമന്ത്രം എന്നൊക്കെ പറയുന്നത്. ഇത് 64 ഉരുവാണ് ഇതിന് ജപിക്കേണ്ടത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഖണ്ഡാകർണ ചക്രമാണ്. ഇതിന് ഖണ്ഡാകർണൻ എന്നൊക്കെ പറയുന്ന ഒരു മൂർത്തി വളരെ പ്രശസ്തമാണ്. നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രാചീന മൂർത്തിയാണെന്ന്. അല്ല, ഈ മൂർത്തിക്ക് വളരെ ബദ്രിനാഥ് പോലുള്ള ക്ഷേത്രങ്ങളിലെ ക്ഷേത്രപാലനായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ മൂർത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ചക്രം ഇവിടെ ഹൂം എന്ന് ഹാ എഴുതിയിട്ട് ഇങ്ങനെ വട്ടത്തിലാക്കുകയാണ്. ഇത് ഇക്ഷ കൊണ്ടുള്ളത് തന്നെയാണ്.
ഇവിടെ എല്ലാം ഇത് നേരെയുള്ള പോയിരിക്കുന്നത് ഇങ്ങനെ സർപ്പാകൃതിയിലുള്ള ചുറ്റുകളാണ് ഈ യന്ത്രങ്ങൾക്കെല്ലാം. ഇവിടെ എല്ലാം ഈ ഇത് നമുക്ക് ഈ ചിഹ്നം എപ്പോഴും പല ചക്രങ്ങളിൽ കാണുന്നതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഖണ്ഡാകർണ ചക്രമാവുന്നതാണ്. ഖണ്ഡാകർണ ചക്രത്തിനും തൊട്ട് ജപിക്കേണ്ട മന്ത്രമുണ്ട്. ഓം ഖണ്ഡാകർണ മഹാവീര്യ സർവോപദ്രവ ക്ഷയം കുരുകുരു സ്വാഹ എന്നാണ്. അതായത് ഈ മന്ത്രം 1,25,000 ജപിച്ചാൽ സിദ്ധമാകുമെന്നും പറയുന്നുണ്ട്. ഇത് സാധ്യനാമം ചേർത്ത് ഇവിടെ ജപിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ ഖണ്ഡാകർണനെ കൊണ്ടായിരുന്നു വസൂരിക്ക് അതുപോലെ പല അപസ്മാരത്തിനൊക്കെ ജപിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ശരീരത്തെഴുതി കെട്ടുന്ന ചക്രം കൂടെയാണ്, സർവ്വരക്ഷയാണ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭദ്രകാളി ചക്രമാണ്. ഈ ഭദ്രകാളി ചക്രം നമ്മൾ ചെമ്പിൽ തന്നെയാണ് എഴുതേണ്ടത്. ചെമ്പിൽ എഴുതി ഇരുമ്പ് നാരായം കൊണ്ട് എഴുതി ഇതുപോലെ നമ്മൾ എല്ലാ കണ്ണങ്ങളും കൂടെ ചേർത്ത് 16 കണ്ണങ്ങളാക്കുക. അവിടെ മന്ത്രം സ്ഥാപിക്കുക. ഭദ്രേ ഭദ്രകാളി സ്വാഹ എന്നാണ്. ഇങ്ങനെയാണ് ഭദ്രേ ഭദ്രകാളി സ്വാഹ എന്നാണ് ഈ മന്ത്രം. ഇത് ചെയ്യേണ്ട വിധാനം, ഇത് നമ്മൾ പൂജാമുറിയിലാണ് വെക്കേണ്ടത്. പൂജാമുറിയിൽ 41 ദിവസം 21 ഈ ഓം ഭദ്രേ ഭദ്രകാളി സ്വാഹ എന്ന് ജപിച്ച് വിളക്കിന്റെ മുന്നിൽ ഇത് 41 ദിവസം വെച്ച് കഴിഞ്ഞാൽ, ഭദ്രകാളിയുടെ ഒരു ചിത്രത്തിന് മുന്നിൽ വെച്ച് കഴിഞ്ഞ് പൂജിച്ചു കഴിഞ്ഞാൽ യന്ത്രത്തിന് ചൈതന്യവത്താവുന്നു. നിത്യത്തിന് പൂജിക്കാൻ ഭദ്രകാളിയെ നമുക്ക് ആവാഹിച്ചതിൽ മനസ്സിൽ കണ്ട് പൂജിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ഭദ്രകാളിയുടെ ശ്രേഷ്ഠമായ ഒരു ചക്രമാണ്. സർവ്വദിനം നന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു ആവശ്യമില്ല. കുടുംബത്തിൽ നമുക്ക് വെച്ച് ആരാധിക്കാനുള്ള ഒരു ഐശ്വര്യം തരുന്ന ചക്രമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇത് നേരെയല്ല വരകൾ, എല്ലാം സർപ്പാകൃതി തന്നെയാണ്. ഭദ്രേ ഭദ്രകാളി സ്വാഹ എന്നാണ് മന്ത്രം. ഓം ഭദ്രേ ഭദ്രകാളി സ്വാഹ എന്നാണ്. ഇനി പറഞ്ഞിരിക്കുന്ന കുറച്ച് അതിപ്രാചീന ഒടി എന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു. അത് ശത്രുവിനെതിരെയുള്ള ഒരു മാരണപ്രയോഗമായിരുന്നു. ഒടി വെക്കുക, ഒടിക്ക് മറികടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശത്രുവിനെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കർമ്മമായിരുന്നു. ചില മന്ത്രങ്ങളോട് ജപിച്ചുള്ള ഒടിക്കർമ്മങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഒടിയും മാരണവും ഫലിക്കാതിരിക്കാനുള്ള യന്ത്രം കൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഒടിക്ക് വെക്കുന്ന ഈ യന്ത്രമാണ് ഇത്. അതിൻ്റെ വിധി ചെമ്പിലാണ് എഴുതുന്നത്. അത് എങ്ങനെ എന്ന് ഇപ്പോൾ പറയുന്നില്ല. ആളെ കടത്തി ഉള്ള ഒരു കർമ്മമാണ് പറയുന്നത്. അതേസമയം ഒടിയും മാരണവും ഫലിക്കാതിരിക്കാൻ ഇത് എഴുതിയിട്ട് വീടിൻ്റെ 4 മൂലയ്ക്ക് സ്ഥാപിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ്. ആ ഒടിയും മാരണം പോലുള്ള ദോഷങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇതിന് ജപിക്കാൻ മന്ത്രം പോലും ഇല്ല. തൃശൂലമാണ് ഇതിൻ്റെ ഒരു ചെറിയ യന്ത്രത്തിന് ചൈതന്യത്തൂടെ കൊടുത്തിട്ട് അതിൽ അവസാനം പറയുന്നതാണ് ഇങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത്. ഒടിക്ക് ഇടുന്നത് ഇങ്ങനെയാണ്. അത് ആളെ കടത്തിയൊക്കെ എടുത്ത് ഉള്ള കർമ്മത്തിന് കാണിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഒടിക്കുള്ള യന്ത്രം. ഇത് നമുക്കിപ്പം വിദ്വേഷണം എന്ന കർമ്മം മാറ്റുന്ന ഒരു യന്ത്രമാണ്. വിദ്വേഷണം എന്ന കർമ്മം ഫലിക്കാതിരിക്കാനുള്ളതുമാണ്. വഴക്കു തീരുവാനാണ്. കുടുംബത്തിലെ ഭാര്യാഭർത്താവ് അല്ലെങ്കിൽ കുടുംബ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ചക്കരയിൽ എഴുതി കിണറ്റിലിടുക എന്നാണ്. ഈ യന്ത്രം ചക്കര എന്ന് പറഞ്ഞാൽ കരിപ്പെട്ടി അങ്ങനെ തുടങ്ങിയ ഒരു വസ്തുവിൽ അതിൽ നമ്മൾ ഈ യന്ത്രം എഴുതിയിട്ട് കിണറ്റിലിടുക. ആ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിലെ അക്ഷരസ്ഥാപനങ്ങൾ. നായും ഓയും എല്ലാം ഉണ്ട്. പഴയ പ്രാചീന ആചാര്യന്മാർ അവരുടെ സിദ്ധി കൊണ്ട് കഴിച്ച യന്ത്രങ്ങളാണ്. ഇതിന് സാധാരണ നമുക്ക് തോന്നുന്നതാണെങ്കിലും വളരെ ശക്തിയുള്ളതും ചൈതന്യമുള്ളതുമാണ്. ഗുരുക്കന്മാരെ ഒക്കെ മനസ്സിൽ എന്നും നിത്യജപമൊക്കെ ഉള്ളവരെ ഇങ്ങനത്തെ യന്ത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ സർവ്വശക്തിയും കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് ശത്രു അടക്കത്തിലാണ്. ശത്രു ഉപദ്രവം വളരെ കൂടി നിൽക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ശത്രുവിനെ അടക്കാൻ വേണ്ടി എഴുതിയിടുന്ന യന്ത്രങ്ങളാണ് ഇത് രണ്ടും. ശത്രു അടക്കും എന്നാണ്. അടക്കത്തിന് സ്ഥാപിക്കുകയാണ്. എവിടെയാണോ അവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ്. അവിടെ ശത്രു അടങ്ങും. അതുപോലെ സാധ്യനാമവും നക്ഷത്രവും നിർബന്ധമാണ് ഇങ്ങനെയുള്ള യന്ത്രങ്ങൾക്ക്. അത് പറയുന്നതാണ്. പ്രാണപ്രതിഷ്ഠയുടെ ഒരു കാര്യം അവസാനം പറയുമ്പോൾ പറയുന്നതാണ് ഇങ്ങനെയാണ് ശത്രു അടക്കത്തിന് 2 യന്ത്രങ്ങളാണ്. ഇത് ഷായാണ്. ഇതേപോലുള്ള ഒരു യന്ത്രം കഴിഞ്ഞ ആദ്യത്തെ പാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കളം വരച്ചിട്ട് ചുറ്റും ഓം എഴുതിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതും ശത്രു അടക്കത്തിനാണ്. ഇവിടെ ഹ്രായാണ്, ദേവി ഹ്രീമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ചൈതന്യം കാണിച്ചിരിക്കുന്നത്. ഇത് ദേവതകളെ ആടിപ്പിക്കുക എന്നൊരു കർമ്മം പണ്ടുണ്ടായിരുന്നു. അത് ഒരു ഉപദ്രവമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭസ്മം ജപിച്ചും പൂവ് ശൂലിനി മന്ത്രമൊക്കെ ജപിച്ചെറിഞ്ഞ് തുള്ളിക്കുന്ന ഒരു ആടി ബാധയെ സത്യം ചെയ്ത് വിടുന്ന കർമ്മങ്ങളുണ്ടായിരുന്നു. ഇത് കരിങ്കുട്ടിയുടെ മന്ത്രം കൊണ്ടും ഒക്കെയാണ് ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നത്. അല്ലെ ശിവന്റെ ചില ഭൈരവഭാവങ്ങളെയും കൊണ്ടും ഒക്കെ ജപിച്ച് ആണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ യന്ത്രം ഇങ്ങനെയാണ്. ഇത് ഭസ്മം എഴുതി തറയിൽ ഭസ്മം വിരിച്ച് അതിൽ ഈ യന്ത്രം എഴുതി ആ ഭസ്മം എടുത്ത് മന്ത്രം ജപിച്ച് കരിങ്കുട്ടിയുടെയോ അല്ലെങ്കിൽ ഭൈരവൻ്റെയോ ജപിച്ച് നമ്മൾ ഇതെറിയുമ്പോൾ ദേവത തുള്ളി ഇളകുമെന്നാണ് പറയുന്നത്. പഴയ ഒരു ആചാരമാണ്. ഇപ്പോഴും ചിലതൊക്കെ ചെയ്തു വരുന്നുണ്ട്. ചില തനി ഭാഷാമന്ത്രങ്ങൾ ജപിച്ച് ദേവതയെ ഇളക്കുന്ന ഒരു കർമ്മമാണിത്. ഇങ്ങനെയാണ് യന്ത്രം കളം വരച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തത് കുറച്ച് ഉഗ്രമായ ഒരു പ്രയോഗമാണ് പറയുന്നത്. ഇത് നിവൃത്തി കെട്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചടിക്കുക അതിന് മറുകർമ്മങ്ങളും ഒക്കെ ഭയങ്കര കഷ്ടപ്പെടേണ്ടി വരും.
ഈ യന്ത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്പിൽ ഇരുമ്പ് നാരായം കൊണ്ട് എഴുതി വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ നമ്മൾ ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതിയിട്ട് ഇതിന് ജപിക്കേണ്ട മന്ത്രം ഇങ്ങനെയാണ്: ശം രം മമ ശത്രുൻ നാശയ നാശയ ഹും ഫട്ട് സ്വാഹ. 34 ഉരു രാത്രിയിൽ തൊട്ട് ജപിക്കണം ഇതിലിങ്ങനെ എഴുതിയിട്ട്. എന്നിട്ട് ഇനിയുമാണ് മറ്റ് യന്ത്രങ്ങളിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഇതിന് യന്ത്രത്തിന് വലിയ ആചാരങ്ങളൊന്നുമില്ല. ഈ ചക്രങ്ങൾക്ക് നമ്മളെ ഒരു ധൂപം കാണിക്കണം, ദീപം കാണിക്കണം, ഇച്ചിരി പുഷ്പം, ജലം, അല്ലാതെ നമുക്കിത്ര ജലദിവാസങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഒരു പ്രാണപ്രതിഷ്ഠയുടെ ആദ്യത്തെ മന്ത്രം, സത്യം പറഞ്ഞാൽ ആ മന്ത്രത്തിന്റെ തന്നെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ അതിന് പ്രാണൻ കൊടുക്കുന്നു ഉള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ തൊട്ട് 3 തവണ ഓം പ്രാണപ്രതിഷ്ഠാ മന്ത്രം മുഴുവൻ ജപിക്കേണ്ടത് ഓം പ്രാണായ പ്രാണായ പ്രാണപ്രതിഷ്ഠായ സ്വാഹ. അങ്ങനെ അത് നമ്മുടെ മനസ്സ് അറിഞ്ഞു വേണം, നമ്മൾ അതിനൊരു ചൈതന്യം കൊടുക്കുന്നു എന്നാണ്. ആചാര്യന്മാർ അങ്ങനെ ചെയ്തിട്ടുള്ളായിരുന്നു. ഒരു മന്ത്രമായിട്ടില്ല. നമ്മളത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാണൻ അതിലേക്ക് കൊടുക്കുന്ന ഒരു സങ്കല്പം വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ആ ചക്രത്തിന് ഞാൻ പ്രാണൻ കൊടുക്കുന്നു എന്ന് തൊട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യന്ത്രത്തിന് ശക്തി വരുന്നതാണ്. അതുപോലെ പ്രത്യേകിച്ച് സങ്കല്പം ചെയ്യുമ്പോൾ ശത്രുവിന്റെ പേരും നാളും നിർബന്ധമാണ് ഇവിടെ എഴുതി അത് സങ്കല്പിച്ചാണ് സ്ഥാപിക്കേണ്ടത്. നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രം ചെയ്യുക എന്ന കർശനമായ വിധിയും ഈ ചക്രത്തിനുണ്ട്. അതുപോലെ ഈ ആദ്യം കാണിച്ച മറ്റ് ചക്രങ്ങൾക്കും ഈ ഭദ്രകാളി ചക്രത്തിനും എല്ലാം അത്രയും മതി. സന്ധ്യയ്ക്ക് നമ്മൾ എങ്ങനെ പൂജിക്കുന്നു അതേപോലെ സാധാരണക്കാരുടെ പൂജാവിധികളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന് താന്ത്രികമായ പല ആചാരങ്ങളും ഇങ്ങനത്തെ ചക്രങ്ങൾക്കോ പഴയ പ്രാചീന മാന്ത്രിക യന്ത്രങ്ങൾക്കോ ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ഒരു പാർട്ട് കൂടെ ചെയ്യുന്നുണ്ട്. ധാരാളം ഇതുപോലെ യന്ത്രങ്ങളുണ്ട്. അത് ഇനിയും സർവ്വജനവശ്യത്തിൻ്റെയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. നമസ്കാരം.